ഹായ് നമസ്കാരം, ഞാൻ അലിൻ ജോസ് പെരേര പ്രസംഗമുണ്ട്. ഞാനിന്ന് പുതിയൊരു സിനിമ കണ്ടു. നടികർ എന്ന സിനിമ ഇന്ന് വനിതാ വിനീതയിൽ വന്ന് കണ്ടു. നമ്മുടെ ടൊവിനോ തോമസിൻ്റെ ഒരു വൺ മാൻ ഷോ പെർഫോമൻസ് തന്നെ പറയാം. കാരണം ഗംഭീരമായിട്ടുള്ള അഭിനയമാണ്. ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമ എങ്ങനെയൊക്കെ പറയാം, അത് നല്ല രീതിയിൽ തന്നെ ഉൾക്കൊണ്ടാണ് ടൊവിനോ നടൻ ഒരു സൂപ്പർ സ്റ്റാർ ഡേവിഡ് പണിക്കർ എന്ന കഥാപാത്രം മികച്ച രീതിയിലാണ് ടൊവിനോ തോമസ് നടൻ ആസ്വദിക്കാൻ പ്രേക്ഷകർക്ക് പറ്റുന്നത്. ഗംഭീരമായിട്ട് ടൊവിനോ തോമസ് നടൻ്റെ അഭിനയ കരിയറിൽ തന്നെ ഒരു മാറ്റിവെക്കാൻ പറ്റാത്ത തരത്തിലുള്ള കഥാപാത്രമാണ് ടൊവിനോ തോമസ് അവതരിപ്പിച്ചത്. ടൊവിനോ തോമസ് എന്ന നടൻ്റെ ഗംഭീരമായിട്ടുള്ള അഭിനയം ആദ്യം മുതൽ അവസാനം വരെ നിലനിർത്താൻ സാധിച്ചു. കാരണം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. കാരണം ഒരു സിനിമയ്ക്കുള്ള കഥ പറഞ്ഞു പോകുമ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു ആക്ടറിൻ്റെ ജീവിത അന്തരീക്ഷവും ഒരു നടൻ്റെ ചുറ്റുപാടും നടൻ്റെ രീതികളും മാനറിസങ്ങളും അതേപടി നടന്മാരുടെ ജാടകളും സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമ സൂചിപ്പിക്കുന്നത്. നടികർ എന്ന സിനിമയിൽ നമ്മുടെ ഡയറക്ടർ രഞ്ജിത്തും പിന്നെ നമ്മുടെ മധുബാലേട്ടനൊക്കെ നല്ല രീതിയിൽ തന്നെ ഡയറക്ടറുടെ കഥാപാത്രം സിനിമയ്ക്കുള്ളിലെ സിനിമയിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മധുബാലേട്ടനും രഞ്ജിത്തേട്ടനും അഭിനയിച്ചിട്ടുണ്ട്. ടൊവിനോ തോമസിൻ്റെ കരിയറിൽ തന്നെ ഒരു ഫാമിലി യൂത്ത് കളർഫുൾ എൻ്റർടൈൻമെൻറ്റ് തന്നെ പറയാം നടികർ എന്ന സിനിമ. ഭാവന ചേച്ചിയും ടൊവിനോ തോമസും ആറാടുകയാണ്, കസറുകയാണ്. ഗംഭീരമായിട്ട് ഓരോരുത്തരുടെ റോളുകൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുവാനായിട്ട് ടൊവിനോനും ഭാവന ചേച്ചിക്കും സാധിച്ചു എന്ന് തന്നെ പറയാം. ഹണി ബി 2-നും ഹണി ബിക്കും ശേഷം നമ്മുടെ ലാൽ ജൂനിയറിൻ്റെ ഗംഭീരമായിട്ടുള്ള ഡയറക്ഷനാണ്. കാരണം കഴിഞ്ഞിടെ റിലീസായിട്ടുള്ള 2019 റിലീസായ ഡ്രൈവിംഗ് ലൈസൻസ് ആയിരുന്നു നമ്മുടെ ലാൽ ജൂനിയറിൻ്റെ അവസാന ചിത്രം ഡയറക്ഷനിൽ. അപ്പോൾ ലാൽ ജൂനിയർ എന്ന ഡയറക്ടറുടെ സംവിധാനത്തിലെ മികച്ചൊരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ്. കുട്ടികൾക്കും യുവാക്കൾക്കും എല്ലാവർക്കും ഫാമിലിയോടെ വന്ന് കാണാൻ പറ്റുന്ന ഒരു എൻഗേജിങ് ത്രില്ലറാണ്. ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമ പറഞ്ഞു പോകുന്ന കഥയാണ്. ഉദയനാര താരം, പച്ചക്കുതിര, ഹണി ബി 2 എന്നീ സിനിമയ്ക്ക് ശേഷം ഒരു നടൻ എന്ന നിലയിൽ എന്തൊക്കെ മനസ്സിലാക്കണം, എന്തൊക്കെ ഉൾക്കൊള്ളണം, അങ്ങനെ അഭിനയിക്കണമെന്ന് ഈ സിനിമ സൂചിപ്പിക്കുന്നുണ്ട്. അഭിനയത്തിനുള്ളൊരു അഭിനയ ക്ലാസ്സാണ് ഈ നടികർ സിനിമ. ഒരു നടനാടാമെങ്കിൽ നിരീക്ഷണ ബോധം വേണം. സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം. സമൂഹത്തിൽ ഇറങ്ങി ഓരോരുത്തരെ നിരീക്ഷിച്ചാൽ മാത്രമേ ഒരു നടൻ എന്ന നിലയിൽ ആത്മാർത്ഥമായ ഓരോ കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമേ അഭിനയിക്കാൻ സാധിക്കൂ എന്ന് സിനിമ കഥ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു സിനിമ നടനാകുമ്പോൾ സ്റ്റാർഡമൊക്കെ അധികം കാലം ഉണ്ടാകില്ല. സിനിമയിൽ നായകനായി ഒരുപാട് സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ ആ സ്റ്റാർഡം അധികകാലം നിലനിൽക്കില്ല. സ്റ്റാർഡം മനുഷ്യരായിട്ട് ഉണ്ടാക്കിയതാണ്. സ്റ്റാർഡം ജീവനുള്ള കാലം ഉണ്ടാകുമെന്ന് മെസ്സേജുള്ള സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് മസ്റ്റായിട്ട് കാണേണ്ട സിനിമയാണ് നടികർ. ഫാമിലിക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു ചെറിയ സിനിമ. ടൊവിനോൻ്റെ മികച്ച അഭിനയം, സിനിമയ്ക്കുള്ളിലെ സിനിമ നടൻ എന്ന പൊസിഷനിൽ സൂപ്പർ സ്റ്റാർ എന്ന പദവി നല്ല രീതിയിൽ തന്നെ ഉൾക്കൊണ്ട് ചെയ്തു. അപ്പോൾ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പണിക്കർ എന്ന കഥാപാത്രം ടൊവിനോ ആറാടി തിമിർക്കുകയാണ്, കസറുകയാണ്. ഗംഭീരമായിട്ടുള്ള ടൊവിനോൻ്റെ മാനറിസങ്ങളും ടൊവിനോൻ്റെ അഭിനയ മികവും ടൊവിനോൻ്റെ പെർഫോമൻസ് വൈസും ടൊവിനോ തോമസ് എന്ന നടനെന്ന് ഉപരി തല്ലിമാലയ്ക്ക് ശേഷം മികച്ചൊരു അഭിനയ പ്രാധാന്യം മൂല്യമുള്ള അഭിനയത്തിലെ വ്യത്യസ്ത ഭാവങ്ങളുള്ള തല്ലിമാലയ്ക്ക് ശേഷം ഒരു കളർഫുള്ളി യൂത്തിന് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് ഈ നമ്മുടെ നടികർ എന്ന സിനിമ. ലാൽ ജൂനിയറിൻ്റെ മികച്ച ഡയറക്ഷൻ. റേറ്റിംഗ് 5/4.